എല്ലാവർക്കും നമസ്കാരം. പ്രാർത്ഥനാസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നും ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫ്ലവർ മേക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഫ്ലവർ മേക്കിംഗ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിലും ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടൊക്കെ ഉണ്ടാക്കാനായിട്ട് എല്ലാവർക്കും തന്നെ മടിയാണല്ലേ. അപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഐഡിയാസൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെയുള്ളൊരു ഐഡിയ കേട്ടോ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു ഐഡിയ. അപ്പോൾ വീഡിയോ കണ്ടു നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഇങ്ങനത്തെ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന കവറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയുള്ള കളറിലൊക്കെ കിട്ടുന്ന സമയത്ത് എടുത്തു വയ്ക്കുക. അപ്പോൾ കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കതിൻ്റെ ആ ഒരു പിടി വരുന്ന ഭാഗം, അതുപോലെ അതിൻ്റെ ആ താഴെ ഭാഗമൊക്കെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് മാറ്റി സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇത് നല്ല ഒരു ഷീറ്റ് പോലെ ഒന്ന് നിവർത്തിയെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ നമ്മുടെ കവറൊക്കെ നിവർത്തി കട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് ഞാൻ നമ്മുടെ എല്ലാവരുടെയും കിച്ചണിലുള്ള ഗ്യാസ് ലൈറ്ററാണ് വെച്ച് കൊടുക്കുന്നത്. ലൈറ്ററിന് പകരം ആ തുമ്പ് ഭാഗത്ത് മുനയില്ലാത്ത എന്തും നിങ്ങൾക്ക് ഇതുപോലെ എടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് കിട്ടിയൊരു സാധനം എടുത്തു എന്നേ ഉള്ളൂ. ഇതുപോലെ ഇങ്ങനെ സൈഡിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് കൈ വെച്ച് ഇതേപോലെ ഞാൻ ചെയ്യുന്ന പോലെ ഒന്നിങ്ങനെ ചെറുതായി വലിച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിന് ഒരു തുമ്പിന് മുനയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് കറക്റ്റായിട്ട് ഇങ്ങനെ ഷേപ്പിൽ വരും. നമുക്ക് ആവശ്യമുള്ള രീതിയിലൊന്ന് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. കവറ് പിന്നെ അങ്ങനെ കറക്റ്റായിട്ട് അതേ രീതിയിൽ തന്നെ നിന്നോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ഊരിയെടുക്കാം. എന്നിട്ട് അതിൻ്റെ തുമ്പ് ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതാ ഒന്ന് ചെറുതായിട്ട് ഒന്ന് വളച്ചാണ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതാ അത്രയ്ക്കും ആയിട്ടുണ്ട്. അത് ഞാൻ മാറ്റി വെച്ചു. പിന്നെ ഒരു ഈർക്കിളി എടുത്തിട്ട് അതിലൊന്ന് ഇതുപോലെ പച്ച കളറിലുള്ള ടേപ്പ് ചുറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ ഗമ്മുള്ളതുകൊണ്ട് വേറെ ഗമ്മൊന്നും വേണ്ട. ഇതേപോലെ ഒന്ന് ഫുള്ളും ചുറ്റി തണ്ട് ശരിയാക്കി എടുക്കുക. പിന്നെ പൂവിൻ്റെ അടിഭാഗത്ത് കുറച്ച് ഗം അപ്ലൈ ചെയ്തിട്ട് നമുക്കിത് കെട്ടി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അടിയിലായിട്ട് നമ്മൾ ഫ്ലവർ മേക്കിങ്ങിൻ്റെ ഷോപ്പിലൊക്കെ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വേണമെന്നില്ല കേട്ടോ. എല്ലാ പൂവിൻ്റെ അടിയിലുണ്ടാവില്ലേ ഇങ്ങനത്തെ. അതിന് പകരം നമുക്ക് പച്ച കളറുള്ള പേപ്പറിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതില്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഞാൻ ഇതുപോലെ എൻ്റെ കയ്യിലുള്ള പഴയ കുറച്ച് ലീഫും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പേപ്പറിൽ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ പേപ്പറിൽ കട്ട് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ നല്ല ഒറിജിനൽ ലീഫ് ഒന്ന് ഡ്രൈ ആക്കിയിട്ട് അത് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുത്താലും മതി. കേടാവാതെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇതും ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഒരു ഫ്ലവർ ഇവിടെ ഒരു 1/4 ഭാഗം റെഡി ആയിട്ടോ. ഇനി അതുപോലെ തന്നെ വേറൊരു കളറിൽ ഞാൻ എടുത്തിട്ട് അതിലും ഇതേപോലെ തന്നെ ഒന്ന് ലൈറ്റർ വെച്ച് ഒന്ന് ജസ്റ്റ് ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ? അപ്പോൾ കറക്റ്റ് നമുക്ക് ആ ഒരു ഷേപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. നല്ലപോലെ ഒന്ന് വലിച്ച് കറക്റ്റാക്കി കൊടുക്കുക. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു ഫ്ലവറും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഇത് അടുത്തതും ഞാൻ ഇതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. പിന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഗ്രീൻ ടേപ്പും അതുപോലെ ആ ഒരു ലീഫൊക്കെ വെച്ച് ഒന്ന് ആ ഒരു ഫ്ലവർ സെറ്റാക്കി എടുക്കുകയാണ്. ഇനി ഫൈനൽ ടച്ചും കൂടെ ചെയ്യാനുണ്ട് അതിൽ. അടുത്തതായിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ കുറച്ച് റെഡ് ഫാബ്രിക് പെയിൻറ്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ അക്രിലിക് കളറോ ഏതായാലും മതി. അതെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആ തുമ്പ് ഭാഗത്തൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് നല്ലൊരു ഭംഗി വരിക കേട്ടോ. അപ്പോൾ എത്രത്തോളം ഇതുപോലെ ഫ്ലവേഴ്സ് നമ്മൾ കൂടുതൽ ഉണ്ടാക്കുന്നോ അത്രയ്ക്കും എല്ലാം കൂടെ ഒന്നിച്ചിരിക്കുമ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ ഫൈനൽ ലുക്ക്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഇതുപോലെ എത്ര വേണമെങ്കിലും ഭംഗിയുള്ള കവറുകൾ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഉണ്ടാക്കിയിട്ട് ഒന്നിച്ച് വയ്ക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ആർട്ടിഫിഷ്യൽ ലീഫ് നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ മുറ്റത്ത് നിന്ന് നല്ല ഉണങ്ങിയിട്ടുള്ളൊരു ഇല എടുക്കുക. എന്നിട്ട് അതിന് പച്ച കളർ കൊടുക്കുക. എന്നിട്ട് ആ ഒരു ലീഫ് നിങ്ങൾക്ക് ഇതിൽ ഒട്ടിച്ച് വയ്ക്കാം. അപ്പോൾ കളർ ചെയ്ത് കഴിയുമ്പോൾ ഇല ഒട്ടും തന്നെ കേടാവില്ല. അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഐഡിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ മറ്റൊരു ഈസി ഐഡിയ ആയിട്ട് ഞാൻ ഇനിയും വരും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ചാനൽ പുതുതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി. താങ്ക്